പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-6 വായിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകനെ വിളിച്ചു വേർതിരിച്ച ഒരു കാര്യം, ഒരു പശ്ചാത്തലം അവിടെ എഴുതി ചേർത്തിരിക്കും നമുക്ക് കാണാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്നത്തെ സെലക്ഷനുകളും ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളും എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനുകളും ആരോഗ്യവും വിദ്യാഭ്യാസവും നോക്കിയിട്ടാണ് എവിടെങ്കിലും തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവിക ശുശ്രൂഷയ്ക്ക് തിരഞ്ഞാലും അതിനൊരു യോഗ്യത നോക്കിയിട്ട് നീ പോകാൻ പറയത്തുള്ളൂ. പക്ഷെ യിരെമ്യാവിന്റെ കാര്യത്തിൽ കാണുന്നത് അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം അവനെ അറിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഭൂമിയിലെ തെരഞ്ഞെടുപ്പുകൾ എല്ലാം എന്ന് പറയുന്നത് നിന്റെ വളർച്ച നോക്കിയിട്ടാണ് നിന്നെ തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഭൂമിയിൽ എവിടെങ്കിലും നിന്നെ ഒന്ന് സെറ്റിൽഡ് ആക്കണമെങ്കിലും നിന്റെ വിദ്യാഭ്യാസം, നിന്റെ സർട്ടിഫിക്കറ്റിനകത്തുള്ള A+ യോഗ്യതകൾ നോക്കിയേ എന്തോ ചെയ്യത്തുള്ളൂ, നിന്നെ എവിടെങ്കിലും അപ്പോയിന്റ്മെന്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ ദൈവം ഒരുവനെ പ്രവാചകനായി അപ്പോയിന്റ്മെന്റ് ചെയ്തത് അവന്റെ വിദ്യാഭ്യാസമോ അവന്റെ യോഗ്യതകളോ അവന്റെ കഴിവുകളോ അവന്റെ പഠിപ്പോ അവന്റെ സാമർഥ്യവുമല്ല. അവന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമാകുന്നതിന് മുമ്പേ അവനോട് പറഞ്ഞൊരു പ്രവചന ശബ്ദം, ഞാൻ നിന്നെ പ്രവാചകനായി കണ്ടിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്ത് കഴിവില്ല എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് സാമർഥ്യമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കിനി മുമ്പോട്ട് പോകുവാൻ എന്റെ ലൈഫിൽ യാതൊരു ക്വാളിറ്റിയും ഇല്ല എന്ന് പറയുന്നവരുണ്ടോ? ഇന്ന് പകൽക്കാലം നീ ഒന്ന് പ്രാർത്ഥിക്കുക. എന്തോ ഒരു പ്രവചനത്തിന്റെ പുതപ്പ് നിന്റെ മേൽ ദൈവം നിന്റെ മേൽ ഇട്ട് നിന്നെ ദൈവം എവിടെയോ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. 5-ാം വാക്യത്തിൽ പറയുന്നു, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ജനിക്കുന്നതിന് മുമ്പല്ല, അപ്പനും അമ്മയെ കല്യാണം കഴിച്ച് അവർ ഒന്നായി തീരുന്നതിന് മുമ്പേ, നീ അമ്മയുടെ ഗർഭത്തിലാകുന്നതിനും ഒരു മാംസ പിണ്ഡാകാരമാകുന്നതിന് മുമ്പേ അറിഞ്ഞിട്ട് നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു നിയോഗം പ്രവാചകൻ. മനസ്സിലാകുന്നുണ്ട്? എന്തോ എനിക്കറിയത്തില്ല, ഈ സഭായോഗത്തിൽ ചിലര് ജനിച്ച് വീണപ്പോൾ തന്നെ നിയോഗങ്ങൾ കൊണ്ടാ വീണത്, ചിലര് ജനിച്ചപ്പോൾ തന്നെ ദൈവികമായ ശബ്ദവും കൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷേ എവിടെയോ അത് പറയുവാൻ അനുവദിക്കാതെ, എവിടെയോ അത് പ്രവചിക്കുവാൻ അനുവദിക്കാതെ കാലങ്ങളും മാസങ്ങളും നിന്നെ കൊണ്ടുപോയി ഇന്ന് ഇവിടെ നീ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയാ, നിന്റെ ജനനത്തിങ്കിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോകുന്നു എന്നൊരു ദൂത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ദൂതിനെ സ്വീകരിക്കണ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ദൂതിനെ സ്വീകരിക്കണ. ചിലര് പറയുന്നു, പാസ്റ്റർ ഇത്രയും വയസ്സായല്ലേ, ഇനി ഞാൻ എന്തോ പ്രവചിക്കാനാ. പാസ്റ്റർ ഇത്രയും വയസ്സായല്ലേ, കല്യാണം കഴിഞ്ഞു കുടുംബമായി എന്തോ പറയാനാ. പക്ഷെ ഇന്ന് പകൽക്കാലം മനസ്സ് പുതുക്കി ഒന്ന് രൂപാന്തരപ്പെട്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ നിനക്ക് പറ്റിയ 10 കുടുംബത്തിന്റെ പ്രവാചകനാക്കി ദൈവം നിന്നെ തീർക്കാൻ പോകുന്നു. എനിക്കറിയത്തില്ല, ഇന്ന് ചിലതിന്റെ മേൽ ഒരു പ്രവാചകന്റെ അപ്പോയിന്റ്മെന്റുകൾ ചിലതിന്റെ മേൽ വീഴും. ചിലതിന്റെ മേൽ ഒരു പ്രവചന ശുശ്രൂഷയുടെ അപ്പോയിന്റ്മെന്റുകൾ ഇന്ന് പകൽക്കാലം ചിലതിന്റെ മേൽ വീഴും. ഒന്ന് കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവനെ പറയാൻ, ഞാൻ നിന്നെ എന്തോ ചെയ്ത് അറിഞ്ഞ്. രണ്ടാമത് പറയുന്നു, ഞാൻ ആ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ വിശുദ്ധീകരിച്ചു. മൂന്നാമത് പറയുന്ന, ആ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ പ്രവാചകനുമായി അപ്പോയിന്റ്മെന്റ് ചെയ്തു. ഹല്ലേലൂയ. ഉദരത്തിനകത്ത് രൂപമില്ല, സാദൃശ്യമില്ല, ആണോ പെണ്ണോ എന്നറിയത്തില്ല. പക്ഷേ ദൈവം പറയുന്ന ഒരു കാര്യം, നിന്നെ ഞാൻ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു.